ആരോമാർക്ക് കണ്ടോ തീരെ കാണുന്നില്ലേ പായലൊടിച്ചിട്ട് ഉണ്ടെങ്കിൽ നമ്മളെടുത്തു പക്ഷെ ഇത് എടുക്കാൻ മറന്നില്ല നമ്മൾ 2 അടി അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചെടുത്ത് ഏത് വലിയ ബോർഡുമ്പക്കും പോകും. അപ്പൊ നമ്മളെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ പോകട്ടോ. വൈത്തിരി ടൗണ് വരെ പോയി തന്നെ മുതൽ ഒരു ദിവസം കൊണ്ട് തീരുമില്ലല്ലോ സുഹൃത്തുക്കളെ. ആരിസാട്ടോ ആരിസ് വൈത്തിരിയാണേ. ഇന്നിപ്പോ നമ്മൾ വൺ സെറ്റപ്പോട് കൂടി വന്നിട്ടില്ല. അന്നത്തെ ടാർഗറ്റ് തീർന്നിട്ടില്ല. അപ്പൊ നല്ല സംഭവം വീട്ടിലുണ്ടായിനോ അന്നെടുക്കാൻ മറന്നതാ. അപ്പൊ ഇതൊന്ന് സെറ്റാക്കണേ നമുക്ക്. വണ്ടിയിൽ അതിനെ കോലം കണ്ടോ. അതുപോലെ ഇങ്ങനെ വെക്കുന്നു, ബ്രഷ് എടുക്കുന്നു, വലുതുന്നു. ഇതിനൊക്കെ ഇപ്പൊ ഒരാളെ കാത്തുന്നൊരു കാര്യമില്ല. നമ്മള് കൺട്രോൾ ചെയ്യണേ. നമ്മള് പകുതി പണിയാക്കിയിട്ട് പോകണ്ട വെച്ചിട്ട് അന്ന് വൈത്തിരി ടൗണ് വരെ പോയി തന്നെ മുതൽ ഒരു ദിവസം കൊണ്ട് തീരുമില്ലല്ലോ. അപ്പൊ അന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ കയറി കണ്ടാ അറിയാം. ഇപ്പൊ കണ്ടോ എന്താ സെറ്റപ്പ്. ഇതാണ് നമ്മളെ പരിപാടി. ശക്തി പറയും എന്നാലും കുറച്ചും ഭാഗത്തുനിന്ന് കൂലിയിട്ടുന്ന കാര്യം. ദൈവത്തിന്റെ ഭാഗത്തുനിന്നേ ഇതിന്റെ സഹായം നമുക്ക് ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷ. ഇപ്പൊ അങ്ങോട്ടും വാ. എന്താ ചളി നോക്കില്ലേ. ആ സ്റ്റിക്കർ അതാ വളഞ്ഞിറക്കും. എന്നാലും ആ റിഫ്ലക്ടറും ബോർഡും നല്ലതല്ലേ എന്തായാലും. അപ്പൊ പരിപാടി വേഗം കഴിയുന്നുണ്ടോ പരിപാടി. സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണത് കണ്ടിട്ട് ഓരോരുത്തർ ചോദിക്കണ്ടേ എപ്പോഴാപ്പം എനിക്ക് വെളിപാടുണ്ടായത് എന്നൊക്കെ. പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞു ഞാൻ. അപ്പം നമുക്ക് ഇതേപോലെ അപകട രീതിയിലുള്ള സംഭവങ്ങൾ റെഡിയാക്കുക. അതേമാതിരി തന്നെ മരം വീണ് കിടക്കണത് കണ്ട അപ്പം മുറിച്ച് ഒഴിവാക്കുക. ഇതിനൊന്നും ആർക്കും മേത്ത് ചളിയാക്കാനും ഒക്കെ മടിയായിരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് കിട്ടാൻ മടി ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ എല്ലാത്തിനും ഇറങ്ങി പുറപ്പെടും. പക്ഷെ ഒരാൾ വേക്കെന്ന് ഇങ്ങനെ തള്ളാണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് ഉഷാറുണ്ടാവുള്ളൂ. സ്വന്തമായിട്ട് ഇതേമാതിരി ചെയ്യണം. അതിന് മൊബൈലെടുത്ത് ക്യാമറ എടുത്തുകൊണ്ട് ആൾക്ക് വീഡിയോ ആക്കിക്കാണ്ട് നിങ്ങളും ചാനലൊക്കെ തുടങ്ങി സെറ്റാക്കിക്കോളി. എന്നാലാണ് 4 ആൾ കാണുള്ളൂ എന്നുള്ളതുണ്ടെങ്കിൽ അങ്ങനെ ആക്കിക്കോളി. അതിന് വിരോധമില്ല. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കുറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരിട്ടും മെസ്സഞ്ചറിലൊക്കെ. പക്ഷെ അത് ടൗണിൽ നിന്ന് നമ്മളെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ജാതി കളിയാക്കി ചിരിക്കണ മാതിരിയൊക്കെ ഉണ്ട്. ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ കളിയാക്കി ചിരിച്ച ആളെ ബൈക്കായിരിക്കും ചിലപ്പം കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്ത കുണ്ടിലേക്കൊക്കെ പോയി ചാടി പരിക്കുണ്ടാകുക. അപ്പോൾ നല്ല നല്ല റെസ്പോൺസ് ഉണ്ട്. ആൾക്കാരെ നല്ലവരായ നിങ്ങളെ ഇതിൽ നിന്ന് നല്ല കമൻറ്റും കാര്യങ്ങളും ഫോളോ ചെയ്തു. കുറേ ആൾക്കാർ ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു. ഞാൻ പറയാതെ ഷെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടില്ല. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തു. ഇതൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ചെയ്യണത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യണത്. അപ്പോൾ നമുക്കും ഇതേപോലൊരു ഉഷാറുണ്ടാവും ചെയ്യാൻ. അതേപോലെ തന്നെ എൻ്റെ ചാനലൊക്കെ ഫോളോ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഒപ്പം കൂടിക്കോളി. എന്നാൽ എൻ്റെ വർക്കിനെ സംബന്ധിച്ചും ഇതേപോലത്തുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. ഇപ്പോൾ കണ്ടില്ലേ ആ വളവിലുള്ള ആരോമാർക്ക് കണ്ടോ. ഭയങ്കരമായ മങ്ങി കിടക്കുകയാണ്. അത് പെട്ടെന്നുള്ളൊരു റോഡ് പരിചയമില്ലാത്തൊരു വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ ആ വളവുണ്ട് എന്ന് അറിയാനുള്ളൊരു സിഗ്നൽ ബോർഡാണല്ലോ അത്. അങ്ങനെ ആ സിഗ്നൽ ഇല്ലെങ്കിൽ എന്താവും, നേരെ വണ്ടി ആ ലാമ്പ് പോയി തട്ടാനൊക്കെ സാധ്യതയുണ്ട്. ആരോമാർക്ക് കണ്ടോ തീരെ കാണുന്നില്ലേ. ഇതടിച്ചിട്ട് പായലൊടിച്ചിട്ട് നന്നായി കിട്ടുമോ. അത് നന്നായി കിട്ടുമോ. ഇതിന്മേൽ കുറച്ച് പണി വരും.
ഷാമ്പുട്ട വെള്ളാട്ടോ. കൈ കടഞ്ഞത് കാരണം ക്യാമറമാനെ കഴുകാൻ ഏൽപ്പിച്ചിട്ടോ. നല്ല മൃതികോ. ഇപ്പൊ നന്നാക്കിയത് ആ വളവിലാണ്. അങ്ങനെ ക്യാമറമാൻ കുഴങ്ങിയപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഇപ്പൊ നല്ല ചളി. അത് ഉണ്ടാക്കിയിട്ട് 10 കൊല്ലമായിട്ടേക്കണം. അന്ന് മുതൽ ഇത് ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ ക്യാമറമാൻ കുഴങ്ങി ശരിക്കും ഞാൻ തന്നെ വീണ്ടും ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. ഈ നേരം വർക്ക് ചെയ്ത ബോർഡിന്റെ വായിലല്ലത്. ക്യാമറമാനും ഞാനും മാറി മാറി കയറി വരുത്തിയിട്ടും പോണ്ടേ. പകുതിയാക്കിയിട്ട് പോകില്ല. നമ്മൾ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചാൽ ക്ലീൻ ചെയ്തിട്ടേ പോകും. അതിന് സ്റ്റിക്കറൊക്കെ മാറ്റാനിരിക്കണേ. സൂപ്പറായില്ലേ. ഇതൊരു 5 കൊല്ലത്തിന് ഇനി ഒന്നും നോക്കണ്ട. ഈ റിഫ്ലക്ടറാണ് ഇത്. വണ്ടികൾ ഇത് കാണുമ്പോഴല്ലേ വളവുണ്ട് സൈഡിൽ നിന്നൊക്കെ അറിയുള്ളൂ. ആദ്യമായിട്ട് വരുന്ന വണ്ടിക്കാര്. ഓക്കെ.